നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയാലോ. അതും 2 ഏത്തപ്പഴം ഉപയോഗിച്ച്. അതിനായിട്ട് കുറച്ച് ശർക്കര പാനിയാക്കാൻ വയ്ക്കുക കേട്ടോ. ശർക്കരയിൽ കല്ലും തരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നേന്ത്രപ്പഴം അരിഞ്ഞ് വെച്ചത് ഈ ശർക്കര പാനിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് കിടന്നൊന്ന് തിളച്ച് അതൊന്ന് പതുക്കൊന്ന് വെന്ത് വരട്ടെ. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 കപ്പ് അവിലിട്ട് കൊടുക്കാം. അവിലിട്ട് കൊടുത്ത് അവിലും നേന്ത്രപ്പഴവും കൂടി അതിനകത്ത് കിടന്നൊന്ന് പതുക്കൊന്ന് വെന്ത് വരട്ടെ. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ആ പഴമൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് അധികം പഴുത്തുടയാത്ത പഴം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇനി 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴം ഉടയാണ്ട് സൂക്ഷിക്കുക കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വേഗം അടി കരിഞ്ഞു പോകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും നെയ്യിൽ വാട്ടിയതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇപ്പോൾ ചൂടോടെ കഴിക്കരുത്. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് കഴിക്കുക. സംഭവം സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്തവർ എന്തായാലും തീർച്ചയായിട്ടും പിന്നെയും ട്രൈ ചെയ്ത് നോക്കും. ഇത് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ.